ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലത്തെ വിശേഷങ്ങളാണ്. എല്ലാ ദിവസവും രാവിലെ തന്നെ ചെയ്യുന്ന ഒരു ജോലിയായിട്ടിത്. രാവിലെ തന്നെ ഒരു ചായ അല്ലെങ്കിൽ ഒരു കോഫി അതിട്ടിട്ടാണ് ബാക്കിയെല്ലാം ചെയ്യുള്ളൂ. അപ്പോൾ അത് കുടിച്ചു കഴിഞ്ഞിട്ടുള്ള വീഡിയോസാണ് ഞാൻ സാധാരണ എടുക്കാറ് കേട്ടോ. രാവിലത്തെ ഈ ഒരു ചായ ഞാൻ സാധാരണ വീഡിയോ എടുക്കാറില്ല. ഇത് കുടിച്ച് കഴിയുമ്പോഴാണ് ഒരു ഉഷാറൊക്കെ ആവുള്ളൂ. അപ്പോൾ അത് കഴിയുമ്പോഴാണ് സാധാരണയായിട്ട് വീഡിയോ എടുക്കാറ്. അപ്പോൾ ഇന്ന് നേരത്തെ തന്നെ ഇപ്പോൾ വെക്കേഷൻ ആയാലും സാവധാനം ചെയ്താൽ മതിയല്ലോ കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ വീഡിയോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഞാൻ കോഫി ആട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാലൊക്കെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായി. തിളച്ച് വന്നപ്പോൾ കോഫി പൗഡറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇനി ഒന്നും കൂടി തിളച്ച് കഴിയുമ്പോൾ ആവശ്യത്തിന് പഞ്ചസാര ഇട്ടെടുത്താൽ നമ്മുടെ രാവിലെ തന്നെ കോഫി റെഡി ആവും കേട്ടോ. അപ്പം ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് കോഫിയാണ്. അപ്പോൾ ഇവർക്ക് കോഫി മതി എന്ന് പറഞ്ഞേക്കണോണ്ട് ഇപ്പം അത് തന്നെയാട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ കോഫിയൊക്കെ റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി പിന്നെ ഈ സമയത്ത് മോള് അവിടെ മുറ്റം അടിച്ചു വാരിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളവിടെ നിന്നിട്ട് എന്നെ വിളിക്കുന്നുണ്ട്. ഞാനാണെങ്കിൽ അടിച്ചു വാരി എടുത്ത് വയ്ക്കണ കൊട്ടയുണ്ടല്ലോ, കരിയില വാരണ കൊട്ട കൊണ്ടുപോയിട്ട് ടെറസിന് മുകളിൽ വെച്ചേക്കാണ്. അപ്പോൾ അത് താഴെ ഇല്ലാത്തതുകൊണ്ട് അവൾ ചോദിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, നീ അതൊക്കെ അവിടെ അടിച്ചു കൂട്ടി വെച്ചേരെ, ഞാൻ കോഫിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ കരിയില വാരി എടുത്തോളാം എന്ന് പറഞ്ഞ് അവളങ്ങനെ മുറ്റടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കോഫിയൊക്കെ സെർവ് ചെയ്ത് എല്ലാവരെയും വിളിച്ച് കോഫിയൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനും കോഫിയൊക്കെ കുടിച്ചു. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആക്കിയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇടിയപ്പം ഉണ്ടാക്കാനാണ്. ഇടിയപ്പം മുട്ടക്കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ മാവും അതും റെഡിയാക്കി വച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ ഞാൻ വേഗം തന്നെ കരിയില കൂട്ടി വെച്ചിട്ടുണ്ടല്ലോ, അതൊക്കെ കൊട്ടയിലാക്കാനായിട്ട് ഞാനും പോയിട്ടുണ്ട്. അപ്പോൾ ഇവള് മുറ്റടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ നല്ല ചൂടാണ്, വെയിലാണെങ്കിലും ഇടയ്ക്ക് ഇങ്ങനെ ഈ കരിയിലയുടെ അടിയിൽ നിന്ന് ഒച്ചുകൾ പൊങ്ങി വരും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഭയങ്കര ഒച്ചിൻ്റെ ശല്യമുള്ള സ്ഥലമാണ്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ മണ്ണിൻ്റെ തണുപ്പുള്ള സ്ഥലങ്ങളിൽ ഇവരിങ്ങനെ മുട്ടയിട്ട് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഈർപ്പം തട്ടുമ്പോൾ അവർ അവിടെ സുഖവാസമാണ്. പിന്നെ അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വീണ്ടും ഒച്ചിനെ കിട്ടും കേട്ടോ. അപ്പോൾ അവിടെ ഉപ്പൊക്കെ ഇട്ട് അതിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഒച്ചിനെയും അവിടെ വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവൾ അവിടെ നിന്ന് പോയിട്ട് പിന്നെ അവിടെ അടിച്ചിട്ടില്ല. അപ്പോൾ ഇനി അതൊക്കെ ഞാൻ തന്നെ കൂട്ടിയെടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നന്നായിട്ട് വാഷൊക്കെ ചെയ്ത് വന്നിട്ട് വീണ്ടും ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളിലേക്ക് കയറണം. അപ്പോൾ ഞാൻ ഇത് ഇവിടുത്തെ പഴയ ഇഡ്ഡലി തട്ടാട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇടയ്ക്ക് ഇത് വിറകടുപ്പിലും കൊണ്ടുപോയി വയ്ക്കും. അതുകൊണ്ടാണ് അത് കറുത്തിരിക്കുന്നത്. ഒത്തിരി വർഷങ്ങളായതാണ്. അപ്പോൾ അതിനകത്തേക്ക് എൻ്റെ മുട്ടയിട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി വേറെ പാത്രം എടുക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് അതിൽ തന്നെ ഇട്ടു കേട്ടോ. പിന്നെ മുകളിലെ തട്ടിലേക്ക് ഇടിയപ്പവും ആക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇടിയപ്പവും മുട്ടക്കറിയൊക്കെ ഞാൻ റെഡി ആക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ അത് ബാക്കി എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ഞങ്ങളുടെ ഒരു അമ്മായിയുടെ വീടുണ്ട്, കസിൻ്റെ വീടാണ്. അപ്പോൾ അവിടുത്തെ അമ്മായി ഇങ്ങോട്ട് വന്നായിരുന്നു. അപ്പോൾ പിന്നെ അമ്മായിനോട് വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് പിന്നെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. മുട്ടക്കറി വെച്ചതും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒന്നും ബാക്കി വീഡിയോ എടുത്തില്ല. അപ്പോൾ അമ്മായി വന്നപ്പോൾ ഈ കൊണ്ടുവന്ന് തന്നതാട്ടോ ഈ മാങ്ങ. അവരുടെ വീട്ടിൽ ഉണ്ടായ മാങ്ങയാണ്. അപ്പോൾ ഇതിൻ്റെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കറുത്ത പാട് കണ്ടിട്ട് ഞാനതിങ്ങനെ ചെത്തി നോക്കിയതാട്ടോ, അതിൻ്റെ അടിയിൽ വല്ല കുഴപ്പമുണ്ടെന്ന്. അപ്പോൾ ഇല്ല, അതിൻ്റെ മുകളിൽ ഇങ്ങനെ കറുത്തിരിക്കുന്നുള്ളൂ, അടിയിലേക്ക് അത് കുഴപ്പമില്ല കേട്ടോ. നമ്മൾ കഴിച്ചു നോക്കുമ്പോഴും കഷ്ണങ്ങൾക്കും വേറെ ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല. എന്തോ ചനം ചാടിയ പോലെ അങ്ങനെ കറുത്തിരിക്കണതാണ്. പിന്നെ തീരെ കൊള്ളില്ലാത്ത പീസ് ഉണ്ടെങ്കിൽ അത് ഞാൻ കളഞ്ഞോട്ട് അരിഞ്ഞ് കഴിഞ്ഞപ്പോൾ. അപ്പോൾ എനിക്കിത് ഉമ്മായാണ് അരിഞ്ഞു തന്നത്. അപ്പോൾ ഈ മാങ്ങയാണെങ്കിൽ പഴുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് പുഴു വയ്ക്കണ ടൈപ്പ് മാങ്ങയാണ്. അപ്പോൾ വേഗം അലന്ന് പോണ മാങ്ങ. അപ്പോൾ നമുക്ക് അച്ചാറിട്ടിട്ട് എടുത്ത് വെച്ചേക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇത് പെട്ടെന്ന് കൂട്ടി തീർക്കാൻ പാകത്തിനുള്ള അച്ചാറാട്ടം ഉണ്ടാക്കിയത്. അപ്പോൾ ആ മാങ്ങ അരിഞ്ഞതിലേക്ക് കല്ലുപ്പിട്ടു, പിന്നെ ആവശ്യത്തിന് മുളക് പൊടിയും കുറച്ച് ഉലുവയും കായവും കടുകും കൂടി വറുത്ത് പൊടിച്ചതും വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട്. അപ്പോൾ ഈ മാങ്ങ നമ്മൾ വേഗം കൂട്ടി തീർക്കേണ്ടതായതുകൊണ്ട് തന്നെ ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇറങ്ങുമ്പോൾ നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക മണവും കിട്ടും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 2 ദിവസം ഇങ്ങനെ വെച്ചേക്കാം. അപ്പോൾ 2 ദിവസം ആകുമ്പോഴത്തേനും ഇതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ അത് കുപ്പിയിലേക്ക് ആക്കി വെച്ചാൽ മതി. അപ്പോൾ ഇത് എടുത്തൊന്നും വയ്ക്കാൻ പറ്റില്ല, നമുക്ക് വേഗം കൂട്ടി തീർക്കണം. ഇതിപ്പോൾ എടുത്ത് വയ്ക്കേണ്ട ആവശ്യം വരില്ല, വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഈ മാങ്ങയ്ക്ക്. അപ്പോൾ ഇവർ ഇപ്പം തന്നെ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. 2 ദിവസം കഴിയുമ്പോഴത്തേനും അത് പകുതിയായിട്ടുണ്ടാവും. അപ്പോൾ പിന്നെ അത് വേഗം തീർന്നോളും, എടുത്തൊന്നും വയ്ക്കേണ്ട ആവശ്യം വരില്ല. അങ്ങനെ അച്ചാറൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ പിന്നെ ഉച്ചക്കത്തേക്കുള്ള കാര്യങ്ങളാട്ടോ. അപ്പോൾ ഇവിടെ തന്നെ ഉണ്ടായ കോവയ്ക്കാണത്. അപ്പോൾ കോവയ്ക്ക മോൾ അരിഞ്ഞ് തന്നായിരുന്നു. അപ്പോൾ അത് വേഗം തോരൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ പോയിട്ട് മീൻ കിട്ടിയായിരുന്നു, അത് അയിലായിരുന്നു. അപ്പോൾ അത് ഈസിയാണല്ലോ ക്ലീൻ ആക്കാനൊക്കെ. അത് ക്ലീനാക്കി മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായി. അപ്പോൾ പിന്നെ കോവയ്ക്കൊക്കെ തോരനൊക്കെ റെഡിയാക്കി. പിന്നെ മീൻ ഫ്രൈ ചെയ്യാനായിട്ടാണെങ്കിൽ ഞാൻ അപ്പുറത്ത് ചീനച്ചട്ടിയിൽ ഫ്രൈ ചെയ്യാനും ഇട്ടിട്ടുണ്ട്.
പിന്നെ മീനൊക്കെ ഫ്രൈ ചെയ്ത് ആവശ്യത്തിനൊക്കെ എടുത്തു കഴിഞ്ഞു. പിന്നെയാണെങ്കിൽ ഇന്ന് രാത്രി ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ റിസപ്ഷനും കാര്യങ്ങളൊക്കെ രാത്രിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല. രാത്രി അങ്ങോട്ട് പോകണമല്ലോ. അങ്ങനെ പിന്നെ വൈകുന്നേരം കേട്ടോ, വൈകുന്നേരം ഒരു കട്ടനൊക്കെ ഇട്ടതാണ്. കട്ടൻ ചായയും മിച്ചറുണ്ടായി. അപ്പോൾ അന്ന് അതും കൂടി ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് ഞാൻ പാത്രത്തിലേക്ക് പൊട്ടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നേരെ ചെടികൾ നനയ്ക്കാനായിട്ട് പോകണം. താഴെയും മുകളിലൊക്കെ നനയ്ക്കണം. നല്ല വെയിലാണ്. മൊത്തം നനച്ചിട്ട് നീങ്ങുമ്പോൾ തന്നെ അത് ഉണങ്ങിയ പോലെ നിൽക്കുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ്.